ആം ആദ്മി പാർട്ടി തകർച്ചയിലേക്ക്. ഡൽഹിയിൽ പാർട്ടിക്കുള്ളിലെ കലാപത്തെ തുടർന്ന് 13 കൗൺസിലർമാർ രാജിവെച്ചു. ഡൽഹി കോർപ്പറേഷനിൽ AAPയുടെ സഭാ നേതാവായ മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ച ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടതോടെ പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിരുന്നു. हम लोगों ने एक नया दल बनाया है, एक नई पार्टी बनाई है, इंद्रप्रस्थ विकास पार्टी। हम लोगों ने आम आदमी पार्टी से आज इस्तीफा दे दिया है। कारण ये है कि पिछले 2.5 सालों में आप लोगों ने देखा है कि निगम में जो काम होने चाहिए थे वो नहीं हुए थे। हम लोग सत्ता में थे फिर भी नहीं हो पा रहे थे काम, क्योंकि सिर्फ लड़ाई झगड़े और इन सब चीजों में अगर दिमाग रहेगा और मेन मोटिव ये रहेगा तो दिल्ली की जनता की हम कैसे काम करेंगे, जो हमने उनको वादे करे हैं वो कैसे पूरा करेंगे। अभी 15 पार्षद है और भी काफी इंटरेस्टेड है अभी, तो आगे इसकी संख्या बढ़ सकती है. വിവരങ്ങൾ നൽകാനായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ ആം ആദ്മി പാർട്ടി തകർച്ചയിലേക്ക് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് പാർട്ടിക്കുള്ളിലെ കലാപത്തെ തുടർന്ന് 13 കൗൺസിലർമാർ രാജിവെച്ചിരിക്കുന്നു. ഡൽഹി കോർപ്പറേഷനിൽ AAPയുടെ സഭാ നേതാവായ മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവരുടെ രാജിവെച്ച ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി രൂപീകരിക്കുന്നതായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ ജിഷ്ണു. അഞ്ജന, ആം ആദ്മി എന്ന പാർട്ടി രൂപം കൊണ്ട ഡൽഹിയിൽ തന്നെ ആ പാർട്ടി പിളർന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടത് മുതൽ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും രൂക്ഷമായിരുന്നു. അത് നിയന്ത്രിക്കാനോ നേതാക്കളെ ഏകോപിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനോ സാധിക്കാത്ത തരത്തിലായിരുന്നു ആം ആദ്മിയുടെ നേതൃത്വം. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഡൽഹിയിൽ ആം ആദ്മി തകർന്നടിയും എന്ന നിരീക്ഷണവും നടത്തിയിരുന്നു. അതായത് അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആം ആദ്മി തകർന്നടിയുമെന്ന നിരീക്ഷണവും നടത്തിയിരുന്നു. അതിന് സമാനമായി തകർച്ചയിലേക്ക്, പിളർപ്പിലേക്കാണ് ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പോയിട്ടുള്ളത്. പാർട്ടിക്കുള്ളിലെ കലാപത്തെ തുടർന്നും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയാണ് രാജിവെച്ചിട്ടുള്ളത്. ഡൽഹി കോർപ്പറേഷനിൽ ആം ആദ്മിയുടെ സഭാ നേതാവായിട്ടുള്ള മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടെന്നും 15 കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി മുതിർന്ന നേതാക്കൾ ഒപ്പമുണ്ട് എന്നുള്ളതാണ് മുകേഷ് ഗോയൽ അവകാശപ്പെട്ടിട്ടുള്ളത്. ആം ആദ്മിക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജനങ്ങൾക്കിടയിൽ ഒരു പ്രവർത്തനവും നടത്താൻ ആം ആദ്മിക്ക് സാധിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ഈ മുകേഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. നേരത്തെ ആഭ്യന്തര കലഹം പരിഹരിക്കുന്നതിനായി ആം ആദ്മി ഡൽഹിയിൽ സംഘടനാ തലത്തിലൊരു അഴിച്ചുപണി നടത്തി പുതിയ പ്രസിഡന്റിനെയും ചുമതലക്കാരെയും നിശ്ചയിച്ചിരുന്നുവെങ്കിൽ പോലും അത് ആഭ്യന്തര കലഹം ഒതുക്കാനോ നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനോ ഫലം കണ്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഡൽഹിയിൽ ആം ആദ്മിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഗോവയിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പയറ്റി നോക്കിയെങ്കിലും ഒരു തരത്തിലും മുൻപോട്ട് പോകാനോ സംസ്ഥാനങ്ങളിൽ കാലുറപ്പിക്കാനോ ആം ആദ്മിക്ക് സാധിച്ചിട്ടില്ല. പഞ്ചാബിൽ മാത്രമാണ് പിന്നീട് ഭരണം നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 2 വർഷത്തിനിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പഞ്ചാബിൽ വീണ്ടും അധികാരത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും അധികാര കസേരകളിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെ മുതിർന്ന നേതാക്കൾ പഞ്ചാബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെയാണ് അപ്പോൾ ഡൽഹിയിൽ അതിൽ ഏറ്റവും പ്രത്യേകത ആം ആദ്മി എന്ന പാർട്ടി രൂപം കൊണ്ടത് ഡൽഹിയിലാണ്. അവിടെയാണ് ഇപ്പോൾ പാർട്ടി പിളർപ്പിലേക്കും തകർച്ചയിലേക്കും പോയിട്ടുള്ളത്. അഞ്ജന. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.